എല്ലാവരും പരസ്പരം കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വീട്. എന്നാൽ ആ വീടിന്റെ ചുമരുകൾക്ക് പിന്നിൽ ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു രാജ്യത്തെ മുഴുവനും നടുക്കുന്ന ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വന്തം വീട്ടിലെ വാഷ്റൂം ഉപയോഗിക്കാൻ പോകുമ്പോൾ അവിടെ ആരോ ഒളിച്ചിരുന്ന് നിങ്ങളെ കാണുകയും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? അങ്ങനെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ നിങ്ങളെ തന്നെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ജീവിതം തകർക്കാൻ ശ്രമിച്ചാലോ? ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ആ ബാത്റൂമിൽ ക്യാമറ വെച്ച വ്യക്തി പുറത്തു നിന്നുള്ള ആളല്ല, ആ വീട്ടിലെ സ്വന്തം മകൻ തന്നെയാണ്. സ്വന്തം സഹോദരിയെയും വീട്ടിലെ സ്ത്രീകളെയും ബന്ധുക്കളെയും നിഷ്കളങ്കരായ പെൺകുട്ടികളെയും ഇയാൾ ഇരയാക്കി. വർഷങ്ങളോളം ഈ ദ്രോഹം തുടർന്നു. എന്നാൽ ഇതിനെതിരെ ശബ്ദമുയർത്താൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അയൽവാസികളോ ബന്ധുക്കളോ പരാതി നൽകിയില്ല. പോലീസിനും ഇതിനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. എന്നാൽ ഒടുവിൽ പോലീസ് അയാളുടെ വീട്ടുപടിക്കലെത്തുന്ന ആ ദിവസം വന്നു. ഗൂഗിളിൽ നിന്ന് US പോലീസിന് ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. അതനുസരിച്ച് ഈ വ്യക്തി ഓൺലൈനിൽ വരുത്തിയ ചെറിയൊരു തെറ്റ് കാരണം ഇയാളുടെ ഫോണിൽ വർഷങ്ങളായി കൂട്ടിയിട്ടിരുന്ന സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും മറ്റ് പെൺകുട്ടികളുടെയും ഒരു കറുത്ത ലോകം തന്നെ പുറത്തു വന്നു. ഇതൊരു സാധാരണ ക്രൈം സ്റ്റോറിയല്ല. സ്വന്തം രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് മനുഷ്യൻ കരുതുമ്പോൾ അതേ സാങ്കേതിക വിദ്യ തന്നെ അതിന് വലിയൊരു തെളിവായി മാറുന്ന ഒരു സംഭവമാണിത്. പോലീസ് പിടികൂടിയപ്പോൾ എങ്ങനെയാണ് എന്നെ പിടികൂടിയത്, എന്താണ് തെളിവ് എന്നിയാൾ പോലീസിനോട് ചോദിച്ചു. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടും ഇയാൾ നിയമത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നതാണ് കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം. അങ്ങനെ സ്വന്തം വീട്ടിലെ മകൻ വർഷങ്ങളോളം ഇത്രയും വലിയൊരു കുറ്റം എങ്ങനെ ചെയ്തു? അയാൾ എങ്ങനെ പിടിയിലായി? എല്ലാ തെളിവുകളും ലഭിച്ചിട്ടും ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ജൂലൈ 10 ഉത്തർപ്രദേശിലെ കാൺപൂരിൽ സാധാരണ ഒരു രാവിലെയായിരുന്നു അത്. തെരുവുകളിൽ പതിവ് പോലെ തിരക്ക്, ആളുകൾ ജോലിക്ക് പോകുന്നു, കടകൾ തുറന്നിരിക്കുന്നു. എന്നാൽ ഈ സാധാരണ അന്തരീക്ഷത്തിനിടയിൽ മണിക്കൂറുകൾക്കുള്ളിൽ നഗരത്തെ മുഴുവനും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയായിരുന്നു. ചമൻഗഞ്ച് മേഖലയിലുള്ള ഒരു ചെറിയ പലചരക്ക് കട. അവിടെ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പതിവ് പോലെ കടയിൽ വന്ന ആളുകൾക്ക് സാധനം നൽകിക്കൊണ്ടിരുന്നു. ചിലർക്ക് ബിസ്ക്കറ്റ്, ചിലർക്ക് പാൽ കവർ. മുഖത്ത് സാധാരണ ഒരു കടക്കാരന്റെ പുഞ്ചിരി. ആ സമയത്ത് അവിടെയുള്ള ആര് കണ്ടാലും ഈ സാധാരണക്കാരന്റെ ഫോണിനുള്ളിൽ എത്ര വലിയ കറുത്ത രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനേ കഴിയുമായിരുന്നില്ല. അല്പസമയത്തിനകം 2 പോലീസ് ഉദ്യോഗസ്ഥർ കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി. എന്നാൽ അവർ പെട്ടെന്ന് അവനെ പിടികൂടാൻ ധൃതി കാണിച്ചില്ല. ഒരു സാധാരണ കസ്റ്റമറെ പോലെ അവർ കടയ്ക്കുള്ളിലേക്ക് കയറി. ഒരു ഓഫീസർ സ്നാക്സും രണ്ടാമത്തെയാൾ കൂൾ ഡ്രിങ്ക്സും വാങ്ങി വളരെ കാഷ്വലായി സംസാരിക്കാൻ തുടങ്ങി. അനിയ, എന്താണ് പേര്? എന്നു മുതലാണ് ഈ ഷോപ്പ് നടത്തുന്നത്? എത്ര പഠിച്ചു? അച്ഛൻ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയായിരുന്നു ചോദ്യം. അവനും യാതൊരു മടിയുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായി മറുപടി നൽകി. ഇന്ന് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിയുമായിരുന്നില്ല. ഗൂഗിൾ നൽകിയ റിപ്പോർട്ടിലെ വ്യക്തി ഇവൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനാണ് പോലീസ് ഇതെല്ലാം ചോദിച്ചറിഞ്ഞത്. കടയിലുണ്ടായിരുന്ന മറ്റ് കസ്റ്റമേഴ്സ് പോയതോടെ ഒരു പോലീസ് ഓഫീസർ തന്റെ ID കാർഡ് കാണിച്ച് ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾ പോലീസാണ്, ഞങ്ങൾക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേട്ട മാത്രയിൽ അവന്റെ മുഖത്തെ ആത്മവിശ്വാസം ഒന്ന് തളർന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ പോലീസിന്റെ കയ്യിൽ തനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നവൻ കരുതി. കാരണം വർഷങ്ങളായി തന്റെ തെളിവുകളെല്ലാം അവൻ മറച്ചു വെച്ചിരുന്നു. എല്ലാ വീഡിയോകളും സ്വന്തം മൊബൈൽ ഫോണിനുള്ളിൽ മാത്രമാണ് അവൻ സൂക്ഷിച്ചിരുന്നത്. മറ്റാരുടെയും ഫോണിലേക്കോ ഏതെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റുകളിലേക്കോ ഈ വീഡിയോകൾ പോയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ എല്ലാറ്റിനും ലോക്ക് ഉള്ളപ്പോൾ പോലീസിന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഈ ഫോട്ടോകളും വീഡിയോകളും ഗാലറിയിൽ പോലും അല്ല ഉള്ളത്, ഗൂഗിൾ ഡ്രൈവിലാണ് ഇട്ടിരിക്കുന്നത്. തുടർന്ന് പോലീസുകാർ അവന്റെ ഫോൺ ആവശ്യപ്പെട്ടു. ഫോൺ വാങ്ങിയപ്പോൾ തന്നെ സ്ക്രീൻ ലോക്ക് ഉണ്ടായിരുന്നു, അത് അൺലോക്ക് ചെയ്തു. അതിനുശേഷം ഗാലറിയിൽ ലോക്ക്, ഫയലുകളിൽ ലോക്ക്, ചില പ്രൈവറ്റ് ഫോൾഡറുകൾ വരെ പൂട്ടിയിരിക്കുന്നു. ഒടുവിൽ പോലീസ് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെയും പാസ്വേഡ് വേണമായിരുന്നു. ഈ ഒരു കാര്യത്തോടെ ഗൂഗിൾ നൽകിയ റിപ്പോർട്ട് സത്യമാണെന്നും ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെന്നും പോലീസിന് സംശയം ഉറപ്പായി. തുടർന്ന് പോലീസുകാർ അവനോട് ആ പാസ്വേഡ് ആവശ്യപ്പെടാൻ തുടങ്ങി. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തതോടെ ആ കടയിലെ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. പോലീസുകാർ പരസ്പരം
വിസ്മയത്തോടെയും ദേഷ്യത്തോടെയും നോക്കാൻ തുടങ്ങി. കാരണം ആ ഫോണിനുള്ളിൽ ഒന്നല്ല, ഏതാണ്ട് 13 മുതൽ 14 പെൺകുട്ടികളുടെ സ്വകാര്യ വീഡിയോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇയാളുടെ സ്വന്തം സഹോദരി, നാത്തൂൻ, കസിൻ, അയൽപ്പക്കത്തെ പെൺകുട്ടികൾ എന്നിവരെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇയാൾ ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കീഴടക്കുകയായിരുന്നു. പകുതി വീഡിയോകൾ ബാത്റൂമിൽ സ്പൈ ക്യാമറകൾ വെച്ച് ചിത്രീകരിച്ചവയായിരുന്നെങ്കിലും ബാക്കി പകുതി പെൺകുട്ടികളുടെ അടുത്തിരുന്ന് നേരിട്ട് റെക്കോർഡ് ചെയ്തവയായിരുന്നു. അതിലെ ശബ്ദങ്ങൾ കേട്ടാൽ തന്നെ വ്യക്തമായിരുന്നു അതിലുള്ളവർക്ക് ഇയാളെ നന്നായി അറിയാമായിരുന്നുവെന്നും അവർ ഇയാളെ ഭയ്യ അല്ലെങ്കിൽ ചേട്ടൻ എന്ന് വിളിച്ചാണ് സംസാരിച്ചിരുന്നത്. വൈകാതെ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇയാളുടെ മുഖത്ത് യാതൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തനായിരുന്ന ഇയാൾ, സർ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്? ഇങ്ങനെ പോലീസിനോട് ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ചോദ്യം ചെയ്യലിനിടയിൽ ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് പോലീസുകാർ നേരിട്ട് ചോദിച്ചപ്പോൾ കുറച്ചു നേരം ഇയാൾ നിശബ്ദനായിരുന്നു. മുഖത്ത് യാതൊരു നാണക്കേടോ പശ്ചാത്താപമോ ഉണ്ടായിരുന്നില്ല. പഴയ ഒരു കഥ ഓർത്തെടുക്കുന്നത് പോലെയായിരുന്നു പെരുമാറ്റം. തുടർന്ന് പതുക്കെ ഇയാൾ പറഞ്ഞു, ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നാണ് ഈ കേസിന്റെ ഏറ്റവും ഭയാനകമായ ഭാഗം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇയാളുടെ ഒരു കസിൻ സഹോദരി കുറച്ച് ദിവസത്തേക്ക് ഇവരുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നു. വീട്ടിലെ അന്തരീക്ഷം വളരെ സാധാരണമായിരുന്നു. എല്ലാവരും പരസ്പരം വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെയാണ് ഇവൻ ദുരുപയോഗം ചെയ്തത്. ഒരു ദിവസം ഇയാൾ സ്വന്തം വീട്ടിലെ വാഷ്റൂമിൽ ഒരു സ്പൈ ക്യാമറ ഫിക്സ് ചെയ്തു. ആരെങ്കിലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ പോലും ക്യാമറ ഉള്ളതായി കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് അത് ഒളിപ്പിച്ചത്. ആരെങ്കിലും വാഷ്റൂമിൽ കയറുന്നതും കാത്ത് ഇയാൾ കാത്തിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വസ്ത്രം മാറാനായി ആ കസിൻ സഹോദരി വാഷ്റൂമിലേക്ക് കയറി. ഉടൻ തന്നെ ഇയാൾ ക്യാമറ റെക്കോർഡിംഗ് ഓൺ ചെയ്തു. അതൊന്നും അറിയാതെ ആ പെൺകുട്ടി വസ്ത്രം മാറി പുറത്തിറങ്ങി. പെൺകുട്ടി പുറത്തിറങ്ങി ഏതാനും മിനിറ്റുകൾക്കകം ഇയാൾ വാഷ്റൂമിൽ കയറി ക്യാമറ എടുത്ത് ദൃശ്യങ്ങൾ സ്വന്തം ഫോണിലേക്ക് മാറ്റി. വീഡിയോ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഇയാൾക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. എന്നാൽ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടതോടെ ആ ഭയം മാറി. ആദ്യമായി ഇത് ചെയ്തപ്പോൾ ഇതേക്കുറിച്ച് ആരും ഒരിക്കലും അറിയാൻ പോകുന്നില്ല എന്ന ധൈര്യം ഇയാൾക്ക് വന്നു. എന്നാൽ ഇയാൾ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. അടുത്ത ക്രൂരമായ പടിയിലേക്ക് കടന്നു. ഒരു ദിവസം ഇയാൾ കസിനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട്, നിന്നെ കാണിക്കണം. നീ തനിച്ചാകുമ്പോൾ എന്നോട് പറ. അങ്ങനെ സമയം കിട്ടിയപ്പോൾ ആ പെൺകുട്ടി ഇയാളുടെ അടുത്ത് വന്നിരുന്നു. തൻ്റെ സഹോദരൻ ഏതെങ്കിലും തമാശ വീഡിയോയോ സാധാരണ വീഡിയോ ആയിരിക്കും കാണിക്കാൻ പോകുന്നതെന്നാണ് അവൾ കരുതിയത്. എന്നാൽ വീഡിയോ പ്ലേ ആയ നിമിഷം ആ പെൺകുട്ടി ഞെട്ടിപ്പോയി. സ്വന്തം സഹോദരൻ തന്നോട് എങ്ങനെ ഇത് ചെയ്തു എന്നോർത്ത് അവൾ കരയാൻ തുടങ്ങി. വീഡിയോയിൽ ബാത്റൂമിനുള്ളിൽ താൻ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. തൻ്റെ സ്വകാര്യത തകർന്നുപോയ ആഘാതത്തിൽ കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നാൽ അവളുടെ മുന്നിൽ നിന്നയാൾ അപ്പോൾ ഒരു സഹോദരനോ ബന്ധുവോ ആയിരുന്നില്ല, ഒരു രാക്ഷസനായി മാറിക്കഴിഞ്ഞു. ഇയാൾ നേരിട്ട് ഭീഷണിപ്പെടുത്തി, നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഇന്റർനെറ്റിൽ വൈറലാക്കും, എല്ലാവരും നിന്റെ ഈ ദൃശ്യങ്ങൾ കാണും. ഈ ഒറ്റ ഭീഷണി കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും ഇയാൾ തൻ്റെ നിയന്ത്രണത്തിലാക്കി. വീഡിയോ പുറത്തായാൽ പിന്നെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന ഭയം കാരണം ആ പെൺകുട്ടി ആരോടും ഒന്നും പറഞ്ഞില്ല. ഇതോടെ മറ്റ് പെൺകുട്ടികളുടെ വീഡിയോയും തൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവരെയും ഇതുപോലെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇയാൾക്ക് മനസ്സിലായി. അതിനുശേഷം ഈ വ്യക്തി ആ ബാത്റൂമിൽ സ്ഥിരമായി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചു. ഏതെങ്കിലും ബന്ധുക്കളോ സ്വന്തം നാത്തൂനോ സഹോദരിയോ ആ ബാത്റൂമിൽ കയറിയാൽ അവരുടെ എല്ലാം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, അയൽപ്പക്കത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ വല്ലപ്പോഴും വാഷ്റൂം ഉപയോഗിക്കാൻ വന്നാൽ അവരുടെ ദൃശ്യങ്ങളും ഇയാൾ ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത ശേഷം ഇയാൾ ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കീഴടക്കി. ഈ വീഡിയോകളെല്ലാം ഗൂഗിൾ ഡ്രൈവിലാണ് ഇയാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്. താൻ ഒരു വലിയ മാസ്റ്റർ മൈൻഡ് ആണെന്നും തന്നെ ഒരിക്കലും ആർക്കും പിടികൂടാൻ കഴിയില്ല എന്നുമായിരുന്നു അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു കാര്യം അവൻ അറിയില്ലായിരുന്നു, ഓൺലൈനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ബാക്കിയുണ്ടാകും. നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന ഏതൊരു ഫോട്ടോയും വീഡിയോയും എപ്പോഴെങ്കിലും ഇന്റർനെറ്റിലേക്ക് എത്തും. ഫോണിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഡിലീറ്റ് ചെയ്താൽ പോലും അത് ശാശ്വതമായി മാഞ്ഞു പോകുന്നില്ല. എപ്പോഴെങ്കിലും വീണ്ടും കണ്ടെത്താൻ കഴിയും. തൻ്റെ ആദ്യത്തെ ഭീഷണിപ്പെടുത്തൽ വിജയിച്ചതോടെ ഇയാളുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറി. ഓരോരുത്തരെയായി നിരന്തരം ഇരയാക്കാൻ കഴിയുമെന്ന അമിത ആത്മവിശ്വാസത്തോടെ ഇയാൾ കൂടുതൽ അപകടകാരിയായി മാറി. എന്നാൽ ഇയാൾ ഈ വീഡിയോകളെല്ലാം ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗൂഗിളിൻ്റെ സിസ്റ്റം ഈ വീഡിയോകൾ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സ്കാനിങ്ങിൻ്റെ ഫലമായി ഇയാളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ഒരു അലേർട്ട് വരികയും ഗൂഗിൾ ടീം ഇതിൻ്റെ പ്രൈവസി റെസ്ട്രിക്ഷൻ മറികടന്ന് ഈ വീഡിയോകൾ കാണുകയും ചെയ്തു.
കുട്ടികളുടെ പീഡന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഗൂഗിൾ വളരെ കർശനമാണ്. സാധാരണയായി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇത്തരം ആക്ടിവിറ്റികൾ കണ്ടാൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ കാര്യം വളരെ വലുതായിരുന്നു. കാരണം ഗൂഗിളിന് ഒന്നല്ല, നിരവധി ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തുടർന്ന് ഗൂഗിൾ ഇതിനെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും വിവരം ഇന്ത്യയിലെ ഉത്തർപ്രദേശ് പോലീസിലേക്ക് കൈമാറുകയും ചെയ്തു. പോലീസ് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. IP അഡ്രസ്സും ലൊക്കേഷനും ഫോൺ നമ്പറും കണ്ടെത്തിയതോടെ അന്വേഷണം അതിവേഗത്തിലാക്കി. അങ്ങനെ 2026 ജൂലൈ മാസം 10-ാം തീയതി പോലീസുകാർ ഇയാളുടെ പലചരക്ക് കടയിലേക്ക് എത്തി അയാളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയപ്പോൾ പോലീസ് ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: സ്വന്തം സഹോദരിമാരോട് നീ എന്തിനാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തത്? അതിന് ആ വികൃത മനസ്സുകാരൻ നൽകിയ മറുപടി, ഇതെല്ലാം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷം ലഭിച്ചിരുന്നു എന്നാണ്. ഈ മറുപടി കേട്ട് എല്ലാവർക്കും മനസ്സിലായി ഇയാളുടേതൊരു സാധാരണ മാനസികാവസ്ഥയല്ല, മറിച്ച് തികച്ചും വൈകൃതം നിറഞ്ഞ ഒന്നായിരുന്നു. എന്നാൽ ഈ കേസിൽ ഇയാളെ ജയിലിൽ പോകുന്നതിൽ നിന്നും രക്ഷിക്കുന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പോലീസിന് ഈ പരാതി ലഭിച്ച സമയത്ത് ഇയാളുടെ ഫോണിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളതെന്ന് പോലീസിന് ഉറപ്പില്ലായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെ വെളിപ്പെടുത്തിയത് പോലീസ് എത്തുന്നതിന് തൊട്ട് തലേന്ന് രാത്രി ഇയാൾക്ക് വലിയ ഭയം തോന്നിയിരുന്നുവെന്നും ഈ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നുമാണ്. ആ രാത്രി ഇയാൾ ആ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും പോലീസ് പിന്നീട് എത്തുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഇയാൾ രക്ഷപ്പെട്ടേനെ. എന്നാൽ ദുഷ്പ്രവൃത്തിക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ഉറപ്പാണ് എന്ന് പറയുന്നത് പോലെ ഇയാൾക്ക് അതിനുള്ള സമയം ലഭിച്ചില്ല. അങ്ങനെ ആ കറുത്ത സാമ്രാജ്യത്തിന് അവിടെ അന്ത്യമായി. സ്വന്തം കുറ്റകൃത്യങ്ങൾ എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ഒരിക്കൽ അത് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുകയും അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഡിജിറ്റൽ ലോകത്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് എന്നേക്കുമായി ഒളിച്ചു വെക്കാനാകില്ല. ഒപ്പം ഭീഷണികൾക്ക് മുന്നിൽ നിശബ്ദരാകാതെ ധൈര്യത്തോടെ പ്രതികരിക്കേണ്ടത് അതിക്രമങ്ങളെ തടയാൻ അത്യാവശ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് അതും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.